ആ ചേച്ചി വരൂ. വണ്ടി നീ നേരത്തെ വന്നടാ കള്ള. ഹായ് അമ്മേ. എന്താ ഇന്ന് ഒരുപാട് നേരം വൈകിയല്ല? വല്ല ചെക്കന്മാരോട് കറങ്ങാനായിട്ട് പോയാ? പിന്നെ എന്റെ ഗേൾ ഫ്രണ്ട് പോയി സുന്ദരി ഒന്നല്ലേ സുഖിപ്പിക്കല്ലേ. വാ ചായ തരാലോ. അമ്മേ ഈ ചെക്കൻ എന്റെ ബിസ്ക്കറ്റ് കൊണ്ടുപോയി. തരൂല. അച്ചു അവിടെ അകത്തതാ വേറെ. നീ അവനായിട്ട് തല്ലു പിടിക്കണ്ട. പോത്ത് പോലെ ആയി. എന്നാലും പറഞ്ഞാ കേക്കൂലല്ല. ഇങ്ങ് വാ, അമ്മ വേറെ എടുത്തരാ. വാ ഇന്ദ്രു, ചേച്ചിയായിട്ട് തല്ലു പിടിക്കല്ലേ. ആ വിളിച്ചോണ്ടിരിക്കല്ല. അമ്മ പഠിക്കുന്നു പറഞ്ഞിട്ട് കേറിയതാണ്. അമ്മ ഇവിടെ താഴ്ന്ന് പണിയെടുക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. നീ ഇങ്ങനെ വിളിച്ചോണ്ടേ നിക്കല്ല. ഞാൻ നോക്കട്ടെ. താഴ്ന്ന് പണിയെടുക്കാൻ. പിന്നെ എപ്പോഴെങ്കിലും ഫോൺ വിളിച്ചിട്ട് നിനക്ക് പഠിക്കണ്ടല്ല. അപ്പൊ ഓടാടങ്ങും. ഞാൻ അമ്മനൊന്ന് നോക്കട്ടെ. ഒരു വിളിച്ചെടുക്ക. ആ പറഞ്ഞു. കളിക്കാനാ? ഞാൻ വരുന്നില്ല, നീ പോടും. ഞാൻ വരുന്നില്ല. ഇല്ല ഞാൻ വരുന്നില്ല. നീ പോടും. നീ പോട്. പോയിക്കോ. നീ പോയിക്കോ. ഞാൻ വരുന്നില്ല. എനിക്ക് കൊറേ പഠിക്കാനുണ്ട്. നീ പോടടാ. ഹലോ, ഇതാ ഞാൻ വന്നത്. ചേച്ചിക്ക് ഒരുപാട് പഠിക്കാനില്ലേ? ചേച്ചി പഠിക്കുന്നൊന്നുമില്ലല്ലോ. ചേച്ചി പഠിക്കുന്ന. എന്റെ മോനെ ഇടുന്ന ഒറ്റക്ക് കളിച്ചോട്ടാ. ചേച്ചി പഠിച്ചോട്ടെ. റോട്ടുമേലേക്ക് പോവരുതേ. പിന്നെ പോയടാ. നീ എന്തെങ്കിലും ഒറ്റക്ക് സംസാരിക്കുന്നേ? ഞാൻ ഒറ്റക്ക് വർത്താനം പറഞ്ഞില്ല. ഞാൻ പഠിക്കുന്നുണ്ട്. എന്തോരം പഠിക്കാനുണ്ടെന്നറിയോ? എനിക്ക് നീ വർത്താനം പറയുന്ന പോലെ തോന്നി. ഞാൻ പഠിക്കുന്നുണ്ടേ അമ്മ. അതെയാ? വാ വന്ന് ചായ കുടിക്കുന്നാല്. വാ വാ. വരാം. എന്റെ ദൈവമേ നോക്കിയത്. ഹലോ. ഹലോ. അതെ അതെ. മനസ്സിലായി. എന്താ മിസ്സേ? ഒന്നുമില്ല, ഞാൻ അശ്വതിയുടെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത്. എന്ത് പറ്റി? അതെന്ന് വെച്ചാല് ആ കുട്ടിയെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അശ്വതി. പക്ഷെ ഈയിടെ ആയിട്ട് എന്താണെന്ന് അറിയില്ല, എക്സാമിനും ഒക്കെ ആയിട്ട് ക്ലാസ്സിലും ഒക്കെ അവള് നല്ല പുറകോട്ടാണ്. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മിസ്സേ. അല്ല, നമ്മള് ഈ പ്രായത്തിലുള്ള കുട്ടികളല്ലേ, അപ്പൊ നമ്മൾ അവരെ കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ ഇനി വല്ല ലവ് അഫെയറോ അങ്ങനെ എന്തെങ്കിലും. ഇല്ല മിസ്, അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവൂല. അവള് എന്തുണ്ടെങ്കിലും എന്നോട് പറയും. ഞാനാണ് അവളെ ബെസ്റ്റ് ഫ്രണ്ട്. അവള് എന്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും അവളെ എന്നോട് പറയുന്നതാ. ആണല്ലേ? അതെ. എന്നാല് ഒന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈയിടെ ആയിട്ട് നല്ലോണം പുറകോട്ടാണ് കുട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചത്. ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം മിസ്സേ. ശരി എന്നാലും. ഓക്കെ. എന്നാലും എന്റെ മോക്ക് എന്ത് പറ്റി ഭഗവാനെ? മിസ് എന്തിനാ ഇപ്പൊ വിളിച്ചിട്ട് അങ്ങനെയൊന്നും പറയുന്ന? മിസ് പറഞ്ഞതിൽ കാര്യമില്ലാണ്ടൊന്നുമില്ല. മോക്ക് എന്തോ ഒരു മാറ്റം ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈയിടെയായിട്ട്. പണ്ടത്തെ പോലെ ചിരിയും കളിയും ഒന്നുമില്ല. നീ എന്തെങ്കിലും ഒറ്റക്ക് സംസാരിക്കുന്നേ? ഞാൻ ഒറ്റക്ക് വർത്താനം പറഞ്ഞില്ല. ഞാൻ പഠിക്കുന്നുണ്ട്. എന്തോരം പഠിക്കാനുണ്ടെന്നറിയോ? എനിക്ക് നീ വർത്താനം പറയുന്ന പോലെ തോന്നി. ഞാൻ പഠിക്കുന്നുണ്ടേ അമ്മ. അതെയാ? വാ വന്ന് ചായ കുടിക്കുന്നാല്. വാ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല.
അവൾ എന്തുണ്ടെങ്കിലും എന്നോട് പറയും. ഞാനല്ലേ അവളെ ബെസ്റ്റ് ഫ്രണ്ട്. ഡിമാൻഡ് ഒന്നുമില്ല മോള് വാ, നമ്മ ചായ എടുക്കാം. അപ്പോൾ മലയാളക്കരയിൽ പെട്ടെന്ന് നിങ്ങൾ ഷോപ്പ് ഉണ്ടാകാൻ മാത്രം ചൂട് ചൂട് തളിച്ചിട്ടില്ലേ? എന്തിനാ TV ഓഫ് ആക്കിയേ? ചായ കുടിക്ക്. എന്തൊരു ചൂടാന്നമ്മ ഇത് ആറ്റാണ്ട് കൊണ്ടുവന്നേ. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അമ്മേ എന്താണ്? ഒന്നുമില്ല, നീ കുടിക്ക്. ഈ റോള് വല്ല രസമൊന്നുമില്ല കേട്ടാവോ. പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരുമ്പോ നമ്മളെ റോളും മാറ്റണ്ടേ. അമ്മ മോളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, മോൾ അതിന് ഉത്തരം പറയുക. ചോദ്യം ചോദിക്കാനാ? ഇതെന്തായാലും കിസ് മത്സരം. പോയാമേ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുന്ന, നീ അതിന് ഉത്തരം പറയുക. എന്ത്? മോളെ ജീവിതത്തിൽ മോക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താ? എനിക്ക് അച്ഛൻ അമ്മ അതിലും വിലപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്താന്ന് മോക്കറിയോ മോളെ ജീവിതത്തില്? എനിക്കൊന്നറിയില്ല. എന്നാ അമ്മ പറഞ്ഞു തരട്ടെ മോക്ക്. ഏതൊരാളെ ജീവിതത്തിലും ഏറ്റവും വിലപ്പെട്ടതൊന്ന് അവരെ സമയമാണ്. എന്റെ മോളിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും എന്റെ മോളെ ഈ നല്ല സമയമാണ്. അതറിയോ എന്റെ മോക്ക്? ഈ സമയം മോളി ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ മോക്ക് നഷ്ടപ്പെടുന്ന വേറൊരു കാര്യമുണ്ട്. അതെന്താന്ന് എന്റെ മോക്കറിയുക? മോളെ എയിം, അതെ മോളെ ലക്ഷ്യം. സമയം നഷ്ടപ്പെടും തോറും മോളെ ലക്ഷ്യവും നഷ്ടപ്പെടും. ഈ നല്ല സമയം മോള് എന്തിനു വേണ്ടിയാണോ നഷ്ടപ്പെടുത്തുന്നത്, അത് മോക്ക് നാളെ ആയിരിക്കും അത് ഓർത്തിട്ട് മോള് ദുഃഖിക്കാൻ പോകുന്നത്. മോള് ഒരുപാട് വലിയ വലിയ മഹാന്മാരെ ബുക്കെല്ലാം വായിക്കുന്നതല്ലേ, അപ്പൊ അതിലറിയാൽ അവരെല്ലാം എങ്ങനെയാണ് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് എന്ന്. അതെല്ലാം മാതൃകയായിട്ട് കണ്ടിട്ട് വേണം എന്റെ മോള് പഠിച്ച് ഒരു നല്ലൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട്. അതിന് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം എന്റെ മോള് തട്ടി നീക്കണം. അതിനു വേണ്ടിയിട്ട് അച്ഛനും അമ്മക്കും കഴിയുന്ന എല്ലാ സപ്പോർട്ടും അമ്മയും അച്ഛനും ചെയ്യും. പക്ഷെ പഠിക്കുക, ആ ലക്ഷ്യത്തിലെത്തുക, അതാണ് എന്റെ മോളെ ലക്ഷ്യം. അമ്മക്കറിയാം ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാവുന്നത്. അമ്മ എന്റെ മോള് കുറ്റമൊന്നും പറയൂല. ഇത്രേ അമ്മക്ക് പറയാനുള്ളൂ. ബാക്കി എന്താണെന്ന് എന്റെ മോക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ. അമ്മന് കൂടുതലൊന്നും പറയണ്ടല്ല. പിന്നെ അമ്മക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതെന്താന്ന് എന്റെ മോക്ക് അറിയുക?
എന്റെ മോളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അമ്മയായിരുന്നു എന്നായിരുന്നു അമ്മേന്റെ വിചാരം. അവിടെയും അമ്മ തോറ്റുപോയി. ഇനി എന്റെ മോക്ക് തീരുമാനിക്കാം. അമ്മ പറഞ്ഞ സമയം മുന്നിൽ കണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണോ അതോ ഇത് വേണോ. ഏതൊരാളുടെയും ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം. നഷ്ടപ്പെട്ടു പോകുന്നതും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തതും. നമുക്ക് കിട്ടുന്ന ഈ വളരെ ചെറിയ സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാൾക്കും അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയില്ല. പ്രായത്തിന്റെ ചടുലത കൊണ്ട് തെറ്റുകളിലേക്ക് വഴുതി വീഴുന്ന കുട്ടികളുണ്ടാകാം. പക്ഷെ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കാൻ നമ്മൾ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞാൽ അതായിരിക്കാം അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. സമയം അത് പാഴാക്കാതിരിക്കുക, ലക്ഷ്യം അത് നിറവേറ്റുക. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ, ലൈക്ക്, കമന്റ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.